അങ്ങ് പോണോ വെള്ളത്തിൽ? വെള്ളത്തിലോട്ട് പോണോ? അപ്പോളേ നമുക്കൊന്നുകൂടെ ഇറ്റലി പോയാലോ? ഇത്തവണ നമുക്ക് നോർത്തേൺ പാർട്ട് ഓഫ് ഇറ്റലി വിസിറ്റ് ചെയ്യാമേ. ഇന്നലെ രാത്രി മിലനിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അന്നേരത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം മിഡ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അവിടെ സ്റ്റേ എടുത്തിട്ട് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ കോമോ എന്ന് പറഞ്ഞ ടൗണിലേക്ക് വന്നിരിക്കുകയാണേ. ഇവിടെ ഒട്ടുമിക്ക എല്ലാവരും വരുന്നത് ഈ ഒരു ലേക്ക് കോമോ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇറ്റലിയിലെ 3rd ലാർജസ്റ്റ് ലേക്കാണ് ലേക്ക് കോമോ. കുറേ സ്മോൾ വില്ലേജസ് സറൗണ്ട് ചെയ്തിട്ടാണ് ലേക്ക് കോമോ നിൽക്കുന്നത്. അതുകൊണ്ട് കോമോയിൽ നിന്ന് ഒരുപാട് ബോട്ട് ട്രിപ്സും അവൈലബിൾ ആണ് കേട്ടോ ഈ വില്ലേജസിലേക്ക്. പീക്ക് സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ. മിലൻ സിറ്റിയിൽ നിന്ന് വെറും 1 hour ട്രെയിൻ റൈഡ് മാത്രമേ ഉള്ളൂ ഈ ഒരു ലേക്ക് കോമോയിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്ഥലമാണ് ഈ ലേക്ക് കോമോ. നമ്മൾ വിചാരിച്ചാലും കുറേ നേരം നമ്മൾ ലേക്ക് കോമോയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റ്സിന് ഒരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നേ. കോമോയുടെ അടുത്തുള്ള കുറച്ച് വില്ലേജസ് കൂടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ദിവസം അല്ല കേട്ടോ, ഈ ദിവസം നമ്മൾ തിരിച്ച് മിലനിലേക്ക് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസമാണ് നമ്മൾ വില്ലേജസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത ഷോർട്സിൽ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.